അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിലുള്ള നാമം. ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്, മകരരാശി. ഈ മകരരാശിക്കാർക്ക് ലഗ്നത്തിൽ രാഹുവാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലുഷ്യം മനസ്സിലും ഒക്കെ ഉണ്ടാകും. അനാവശ്യ ചിന്തകളും ഭയാശങ്കകളും ഒക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി അഥവാ അവനവൻ്റെ പ്രവൃത്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കാതെ വരും. ചില അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ജോലിയിലോ പ്രൊഫഷനിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഫ്ലെക്സിബിലിറ്റി മനസ്സിന് ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ, ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷൻ സംബന്ധമായിട്ടുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് ലാഭവും പ്രതീക്ഷിക്കാം, അതോടൊപ്പം നഷ്ടവും രണ്ടും അനുഭവപ്പെടാനുള്ള യോഗമാണ്. ചില സംരംഭങ്ങളിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും ചില പ്രൊജക്റ്റുകളിൽ നഷ്ടവും പ്രതീക്ഷിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ താൻ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് എന്നൊരു തോന്നൽ ഉണ്ടാകാൻ, കുടുംബാന്തരീക്ഷത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയി, മറ്റുള്ളവർ തന്നെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ കുടുംബാംഗങ്ങളോട് ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് കൂടുതൽ ആശങ്കകൾ, ആങ്സൈറ്റി, അതുപോലെ നെർവസ്നെസ് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് രാഹുവിൻ്റെ ഗ്രഹശാന്തി ചെയ്യുന്നതിൽ നല്ലതാണ്. സർപ്പക്ഷേത്രങ്ങളിൽ, നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുമൊക്കെ നടത്തുക. ഇതൊക്കെയും അനുകൂലമായി ശിവനെ ഭജിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ നല്ലതാണ്. അതുപോലെ പഞ്ചാക്ഷര ജപവും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്.